യെസ്, ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പോലീസിനും CPM-നുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മലപ്പുറം SP സുജിത് ദാസ് വിഷയത്തിൽ രാജിവെച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. മരംമുറി പരാതി പിൻവലിക്കാൻ CPM നേതാക്കളും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമ്മർദ്ദം ചെലുത്തിയെന്ന് ശ്രീജിത്ത് മീഡിയ വണ്ണിനോട് പറഞ്ഞു. സിസ്റ്റം വിചാരിച്ചാൽ ഒരാളെ കുറ്റക്കാരനാക്കാനും അല്ലാതാക്കാനും പറ്റും. പിടികൂടുന്ന സ്വർണത്തിന്റെ മൂല്യം കണക്കാക്കുന്നതും അയാളും പോലീസുമായി രഹസ്യബന്ധമുണ്ട്. മലപ്പുറത്തുകാരെല്ലാം സ്വർണ്ണക്കടത്ത് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുമെന്ന പ്രചാരണത്തിന് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സഹായിച്ചുവെന്നും ശ്രീജിത്ത് പറഞ്ഞു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മലപ്പുറം SP ഓഫീസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് കേരളത്തിലാകെ ഉണ്ടായത്. അത് ഒരുപക്ഷെ അതിന്റെ തുടർച്ചയെന്നോണം PV അൻവർ LDF വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ പരാതിയിൽ അല്ലെങ്കിൽ അക്കാര്യങ്ങളിലേക്കൊക്കെ വകവെച്ച് ആദ്യം പരാതി നൽകിയത് പെരുമ്പടപ്പ് SI ആയിരുന്ന ശ്രീജിത്ത് ആയിരുന്നു. ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്നും രാജിവെച്ചുകൊണ്ടുള്ള ഒരു കത്ത് SHO മുഖാന്തരം DGPക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാജിയിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ എന്തായിരുന്നു, ഈ മരമുറി പരാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നെല്ലാം ശ്രീസാനോട് തന്നെ ചോദിക്കാം. രാജിക്കത്തിലെ ഫസ്റ്റ് വരി ഇങ്ങനെയാണ്: 2023 ഡിസംബർ 23 മുതൽ ഞാൻ വേട്ടയാടപ്പെടുകയാണ്. എന്തായിരുന്നു ഒരു വേട്ടയാടലല്ല, ഞാനിപ്പോൾ 2023 ഡിസംബർ 20 ഞാൻ സസ്പെൻഷൻ ആവുന്നത്. അപ്പോൾ അതിനകത്ത് നിങ്ങളൊക്കെ എല്ലാ ചാനലുകളും അത് ടെലികാസ്റ്റ് ചെയ്തതാണ്. അതായത് ഇങ്ങനെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അതുപോലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പോലീസിൻ്റെ എന്തൊക്കെ രഹസ്യ രേഖകൾ ഞാൻ ചോർത്തി കൊടുത്തു, അതിൻ്റെ ഭാഗമായിട്ട് അവരിൽ നിന്നൊക്കെ ഞാൻ നിരവധി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നുള്ളതായിരുന്നു ആരോപണം. യഥാർത്ഥത്തിൽ എനിക്ക് ബന്ധമുണ്ടോ എന്ന് പറയുന്ന ആൾ ഒരു സ്വർണ്ണക്കടത്തുകാരനൊന്നുമല്ല. അദ്ദേഹത്തിനെതിരെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പോലീസോ കസ്റ്റംസോ ഒന്നും ഒരു കേസോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അദ്ദേഹം അവിടുത്തെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം എൻ്റെ ഒരു കുടുംബ സുഹൃത്തൂടെയാണ്. സ്വാഭാവികമായും ഞാനും അയാളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ അവരെ ചൊടിപ്പിച്ച പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിക്കുമ്പോൾ ഈ താമരജി ഫ്രീ കസ്റ്റഡി കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സുജിത് ദാസ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള വാർത്തകൾ എൻ്റെ ഫോണിൽ നിന്ന് അയാൾ ഷെയർ ചെയ്തതായിട്ട് കാണുന്നു. അതാണ് അവരെ ചൊടിപ്പിക്കുന്നത്. അതിനുശേഷം ഈ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിന് മുമ്പേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞാനൊരു പരാതി കൊടുക്കുന്നത്. കാരണം നമ്മളൊരു പോലീസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്ന് തന്നെ, അല്ല താമസ സ്ഥലത്ത് തന്നെ ഇങ്ങനെ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു പരാതി അത് ഒരു നൈമിഡ് കവറിലാണ് അന്നത്തെ SP ശശിധരൻ സാറിന് കൊടുക്കുന്നത്. അതിനുശേഷം ഈ സുജിത് ദാസ് സാറ് ഈ PV അൻവർ MLA വിളിക്കുന്നതും ഈ കേരളത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ രാഷ്ട്രീയ കോളുകൾക്കെല്ലാം കാരണമാവുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ സ്വർണ്ണക്കടത്തിന്റെ പുറകെ പോയി. എങ്ങനെയാണ് കരിപ്പൂരിൽ മാത്രം എങ്ങനെയാണ് ഈ സ്വർണം പിടിക്കുന്നത്? പോലീസ് സ്വർണം പിടിക്കുന്ന ഒരേ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് കരിപ്പൂർ എയർപോർട്ടാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടയോ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശങ്ങളോ ഉള്ളതായിരിക്കും? അല്ല, അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റംസ് ആക്ട് ഉണ്ട് 1962. ഈ കസ്റ്റംസ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്? ഈ തരത്തിലുള്ള ഈ സ്വർണം പിടിക്കേണ്ടതും അതിന്റെ നിയമ നടപടികൾ എടുക്കേണ്ടതും. പോലീസ് പിടിക്കുമ്പോഴുള്ള പ്രശ്നം, ഈ ഒരു സ്വർണത്തിന്റെ സീഷർ ആകുമ്പോൾ തന്നെ ഈ നിയമ നടപടികൾ അവസാനിക്കും. ഇവരെല്ലാം ചേർന്നൊരു വലിയൊരു കോക്കസ് ഉണ്ട്. അവർ നമുക്ക് കോക്കസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ എന്തായാലും സംശയിക്കുന്നത്. കാരണം നിങ്ങൾ നോക്ക്, ഈ പറയുന്ന നിയമത്തിനെല്ലാം വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. കസ്റ്റംസ് ആക്ടിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്തിരിക്കുന്നു, CRPC വയലേറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാത്തിനും വയലേറ്റ് ചെയ്തേക്കുവാണ്. അതിൽ തന്നെ ഈ കൂടുതലും ഇത്തരത്തിൽ കസ്റ്റംസിനെയൊക്കെ വെട്ടിച്ചുകൊണ്ട് പോലീസ് പിടിക്കുന്നതെന്ന് പറയുന്നത് സുജിത് ദാസിന്റെ സമയത്താണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നടന്നിട്ടുള്ള ഒരു കാലഘട്ടം. 99%, 99.9% ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ ശശിസാർ വന്നു, അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് 1-2 കേസുകൾ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അല്ലാതെ സ്വർണ്ണക്കടത്തിൻ്റെത് മാത്രമല്ല, അത് ഞാനൊരു പൊളിറ്റിക്കൽ അജണ്ടയും കൂടെ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളെ ചാനൽ തന്നെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. കാരണം മലപ്പുറം എന്ന് പറയുന്നത് ഈ ഒരു ക്രിമിനൽ ഹബ്ബാണ്. കാരണം അവിടെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രൈമുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സൗത്ത് ഇന്ത്യയിലെ ക്രൈം ക്യാപിറ്റലായിട്ട് മലപ്പുറം മാറി. പിന്നെ മാത്രമല്ല എന്ത് ചെയ്തു, ഈ സ്വർണ്ണം ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഒരു ഹിന്ദുവിന് കൊടുത്ത ഇതിൽ പറയുന്നില്ല, ഈ പറയുന്ന കരിപ്പൂർ വഴി വരുന്ന സ്വർണ്ണം എന്തിനായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി എന്നൊരു പ്രസ്താവന വന്നു. അത് ഭയങ്കര വിവാദമായതാണ്. അപ്പം കരിപ്പൂർ എന്ന് പറയുന്നത്, കരിപ്പൂരുള്ള ആൾക്കാർ അല്ലെങ്കിൽ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആരാണ്? ഈ സ്വർണം നടത്തുന്നവരാണ്. അവർ ഈ സ്വർണം കൊണ്ടുവന്നിട്ട് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വരുന്നവരാണെന്നുള്ളൊരു പരിപ്രേക്ഷ്യം ഈ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പൊതുസമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജിവെച്ചു അതിലേക്കൊക്കെ വകവെച്ചത് എനിക്ക് തോന്നുന്നു മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി തന്നെയാണ്. അപ്പോൾ ആ പരാതിയുടെ നിലവിലെ അവസ്ഥ എന്താണ്? താങ്കൾ 2 വർഷമായിട്ട് പുറത്ത്. അല്ല, പരാതിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 8 ഞാൻ പരാതി കൊടുക്കുന്നത്. ഓഗസ്റ്റ് 8 പരാതി കൊടുക്കുന്നു.
അതിനുശേഷം അതിനകത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുജിത്ദാസ് സാറ് ഈ അൻവർ സാറുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ശ്രീജിത്തിൻ്റെ പരാതിയില്ല, അത് പ്രശ്നമില്ല, അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അതൊരു ലോ പ്രൊഫൈലായിട്ടുള്ള ആള് ശ്രീജിത്ത് ലോ പ്രൊഫൈൽ ആളാണ്, പിന്നെ അദ്ദേഹം എന്തോ ക്രിമിനലാണോ അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ പരാതിയിൽ അവരൊന്നും ചെയ്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ടിൽ ഡേറ്റ് എൻ്റെ മൊഴി എടുത്തിട്ടില്ല, MLA മൊഴി എടുത്തിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അതിന് മുമ്പ് വേറെ ആരും ഒരാൾ ഇതിലൊരു പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ റിനിലോ അങ്ങനെ എന്തോ പറയുന്നു, അദ്ദേഹമാണ് ഇതിൽ പരാതിക്കാരൻ, അദ്ദേഹത്തിൻ്റെ മൊഴി മതി. അത് മാത്രമല്ല, അവരിപ്പം കണ്ടെത്തിയത് അതിനകത്ത് മരം തേക്ക് മുറിച്ചിട്ടുണ്ട്, അത് ബൈ മിസ്റ്റേക്കിൽ മുറിച്ചതാണ്, ഫർണിച്ചറൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സുജിത്ദാസിന് അതിൽ പങ്കില്ല. ഈ വിജിലൻസ് ആയാലും എല്ലാവരും എന്താ പറയുന്നത്, അത് സംവിധാനം അവരുടെ കയ്യിലാണ്. ഇപ്പോൾ എനിക്കെതിരെ നാളെ ഒരു വിജിലൻസ് കേസ് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, ആർക്കെതിരെ എടുക്കാമല്ലോ. SIക്ക് ഇങ്ങനെയാണ് ഒരു അവസ്ഥയെങ്കിൽ സാധാരണക്കാരനെ ഇപ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ നിയമ സംവിധാനത്തെ അല്ലെങ്കിൽ പോലീസിലൊക്കെ ഒന്ന് അടുക്കുക? അല്ല, അതാ ഞാൻ പറഞ്ഞ, എന്നെ സംബന്ധിച്ചോളം ഞാനൊരു എന്താ പറയുന്നത്, ഒരു അടിച്ചന്തനാണെന്ന് ഞാൻ പറയുന്നില്ല. മാനുഷികമായ തെറ്റുകളൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം ഈ ജസ്റ്റിസ് ഈക്വൽ അല്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം പോലീസ് മോശമാണെന്നൊന്നുമല്ല. പക്ഷേ പോലീസിനെ മോശമാക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ പോലീസിലെ കുറച്ച് ആൾക്കാർ മാത്രം. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഞാൻ പറഞ്ഞതുപോലെ ചില ഈ പൊളിറ്റിക്കൽ ഇതിന് വേണ്ടിയിട്ട്, അല്ല അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ രാഷ്ട്രീയക്കാരും പോലീസും ഒക്കെ ഉൾപ്പെട്ട ഒരു സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു വലിയ കുറ്റവാളി അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത ആളെയും രക്ഷപ്പെടുത്തിയെടുക്കാനും ഒരു നിസ്സാര ഒരു കുറ്റം ചെയ്ത ആളുടെ വലിയ ശിക്ഷിക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. 100%. അതൊരു സിസ്റ്റം അല്ലേ. സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് എന്ത് കേസിലും എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഈ സസ്പെൻഷൻ 6 മാസം കൂടുമ്പം ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ളൊരു നിയമം ഉണ്ടല്ലോ, എന്ത് പറഞ്ഞിട്ടാണ് അവർ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്? അല്ല, അത് ഈ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഓരോ റിവ്യൂ വരുമ്പോഴത്തേക്ക് എനിക്ക് പുതിയൊരു PR വരും. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഞാനിത് പലപ്പോഴും എന്നോട് സഹകരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിയമപരമായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു പട്ടി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കുരയ്ക്കുവാണ്. ഇത് കടിച്ച പ്രശ്നമില്ല, കടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമുക്ക് ഇമ്മ്യൂണിറ്റി ആയി. പക്ഷെ ഇത് കടിക്കില്ല, ഇതിങ്ങനെ കൂടെ നടന്നിട്ട് ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കുരയ്ക്കുന്ന പട്ടിയെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഈ നല്ല രീതിയിൽ കരിയർ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് ഇങ്ങനെ ഒരു പരാതിയുമായി അല്ലെങ്കിൽ സുജിത്ദാസിനെതിരെ പരാതിയുമായി പോകാതിരുന്നിരുന്നെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു. അല്ല, അത് ഞാൻ ഈ സസ്പെൻഷന് ശേഷം ഈ പരാതി കൊടുത്തല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ രാജിക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ പലരും എന്നെ സമീപിച്ചു, എന്താണ് ഇത് അവസാനിപ്പിക്കണം. ആക്ച്വലി അത് പോലീസിൽ നിന്ന് മാത്രമല്ല, CPM പാർട്ടിയിൽ നിന്ന് പലരും, അത് ഗവൺമെൻറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ എനിക്കെതിരെ വാർത്ത കൊടുത്തപ്പോൾ അത് ഗവൺമെൻറ് ബാധിച്ചില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്, നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ സസ്പെൻഷൻ ഒന്ന് റിവോക്ക് ചെയ്യണ്ട, പക്ഷേ എന്നെ ചെയ്യേണ്ടത് എന്താണ്, എനിക്കെതിരെ കൊടുത്ത വാർത്തകൾ മാറ്റി കൊടുക്കണം. ഞാൻ സ്വർണ്ണക്കടത്തുകാരുടെ ആളല്ല, പകരം എന്താണ്, ഞാൻ ഈ താമര ജെഫ്രിയുടെ വിഷയത്തിനകത്ത് ഇടപെട്ട ഒരാളാണ്. അതിൻ്റെ പേരിൽ എന്നെ സസ്പെൻഡ് ചെയ്തു, എന്നെ പിരിച്ചുവിട്ടു, എനിക്ക് പ്രശ്നമില്ല.